ന്യായാധിപന്മാർ അധ്യായം 20. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു ദാൻ മുതൽ ബേർശേബ വരെയും ഗിലെയാദ് ദേശത്തുമുള്ള സംഘമെല്ലാം ഏക മനസ്സോടെ മിസ്പയിൽ ദൈവസന്നിധിയിൽ വന്നുകൂടി. ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളുമായ സർവജനത്തിൻ്റെയും പ്രധാനികളും ആയുധപാണികളായ 4,00,000 കാലാളും ദൈവത്തിൻ്റെ ജനസംഘത്തിൽ വന്നു നിന്നു. ഇസ്രായേൽ മക്കൾ മിസ്പയിലേക്ക് പോയി എന്ന് ബെന്യാമീന്യർ കേട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് പറയുവിൻ എന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞത്, ഞാനും എൻ്റെ വെപ്പാട്ടിയും ബെന്യാമിൻ ദേശത്ത് ഗിബെയയിൽ രാപ്പാർക്കാൻ ചെന്നു. അപ്പോൾ ഗിബെയ നിവാസികൾ എൻ്റെ നേരെ എഴുന്നേറ്റു രാത്രിയിൽ എൻ്റെ നിമിത്തം വീട് വളഞ്ഞു എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. എൻ്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. അവർ ഇസ്രായേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രായേലിൻ്റെ അവകാശദേശത്തൊക്കെയും കൊടുത്തയച്ചു. നിങ്ങളെല്ലാവരും ഇസ്രായേലരല്ലോ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറയുവിൻ. അപ്പോൾ സർവജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, നമ്മിൽ ആരും എൻ്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരികെയും വരുത്. നാം ഇപ്പോൾ ഗിബെയരോട് ചെയ്യേണ്ടുന്ന കാര്യം നാം അത് സംബന്ധിച്ച് ചീട്ടിടണം. അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല വഷളത്വത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബെയയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 100-ന് 10 പേരെയും 1000-ന് 100 പേരെയും 10,000-ന് 1000 പേരെയും എടുക്കണം. അങ്ങനെ ഇസ്രായേല്യർ ആ പട്ടണത്തിന് വിരോധമായി ഏക മനസ്സോടെ യോജിച്ചു. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമീൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പാപം നടന്നതെന്ത്? ഗിബെയയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കി കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവിൻ എന്ന് പറഞ്ഞിച്ചു. ബെന്യാമീന്യരോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയയിൽ വന്നുകൂടി. അന്ന് ഗിബെയ നിവാസികളിൽ വേർതിരിച്ച 700 സമർത്ഥരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീന്യർ 26,000 ആയുധപാണികൾ ഉണ്ടെന്ന് കണ്ടു. ഈ ജനത്തിലെല്ലാം ഇടത്തു കയ്യന്മാരായ 700 വിരുദ്ധന്മാർ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ഒരു രോമത്തിന് പോലും ഏറുപിഴയ്ക്കാത്ത കവിണക്കാരായിരുന്നു. ബെന്യാമീൻ ഒഴികെയുള്ള ഇസ്രായേലരോ 4,00,000 ആയുധപാണികൾ ആയിരുന്നു. അവർ എല്ലാവരും യോദ്ധാക്കളും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെന്നു. ബെന്യാമീന്യരോട് പോരാടുവാൻ ഞങ്ങളിൽ ആർ മുമ്പനായി ചെല്ലേണ്ടു എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റു ഗിബെയയ്ക്ക് നേരെ പാളയമിറങ്ങി. ഇസ്രായേല്യർ ബെന്യാമീനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട് ഗിബെയയിൽ അവരുടെ നേരെ അണിനിരന്നു. ബെന്യാമീന്യരോ ഗിബെയയിൽ നിന്നും പുറപ്പെട്ട് ഇസ്രായേലിൽ 20,000 പേരെ അന്ന് സംഹരിച്ചു.
ഇസ്രായേൽ മക്കൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് സന്ധ്യ വരെ കരഞ്ഞു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീന്യരോട് ഞങ്ങൾ ഇനിയും യുദ്ധത്തിന് പോകണമോ എന്ന് കർത്താവിനോട് ചോദിച്ചു. അവരുടെ നേരെ ചെല്ലുവിനെന്ന് കർത്താവ് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേല്യ സേന ധൈര്യപ്പെട്ടു 1-ാം ദിവസം അണിനിരന്ന സ്ഥലത്ത് തന്നെ പിന്നെ യുദ്ധത്തിന് അണിനിരന്നു. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസവും ബെന്യാമീന്യരോടടുത്തു. ബെന്യാമീന്യർ 2-ാം ദിവസവും ഗിബെയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേൽ മക്കളിൽ പിന്നെയും 18,000 പേരെ സംഹരിച്ചു വീഴിച്ചു. അവർ എല്ലാവരും യോദ്ധാക്കളായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചു പാർത്തു. കർത്തൃസന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ കർത്താവിനോട് ചോദിച്ചു. അക്കാലത്ത് ദൈവത്തിൻ്റെ നിയമപെട്ടകം അവിടെ ഉണ്ടായിരുന്നു. ആചാര്യനായ അഹ്റോന്റെ മകനായ എലെയാസരിൻ്റെ മകൻ ഫീനെയാസായിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീന്യരോട് ഞങ്ങൾ ഇനിയും പൊരുതണമോ ഒഴിഞ്ഞു കളയണമോ എന്ന് അവർ ചോദിച്ചതിന്, ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേല്യർ ഗിബെയയ്ക്ക് ചുറ്റും ഒളിപ്പോരുകാരെ ആക്കി. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും ബെന്യാമീന്യരുടെ നേരെ പുറപ്പെട്ടു മുമ്പിലത്തെ പോലെ ഗിബെയയുടെ നേരെ അണിനിരന്നു. ബെന്യാമീന്യർ സേനയുടെ നേരെ പുറപ്പെട്ട് പട്ടണം വിട്ടു പുറത്തായി. ബേഥേലിലേക്ക് വയലിൽ കൂടി ഗിബെയയിലേക്ക് പോകുന്ന 2 പെരുവഴികളിൽ വച്ചു മുമ്പിലത്തെ പോലെ സൈന്യത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി. ഇസ്രായേലിൽ ഏകദേശം 30 പേരെ കൊന്നു. അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമീന്യർ പറഞ്ഞു. ഇസ്രായേൽ മക്കളോ, നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴിയിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേല്യർ തങ്ങളുടെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ടു ബാൽതാമാരിൽ പടയ്ക്ക് അണിനിരന്നു. ഇസ്രായേല്യരുടെ പതിയിരിപ്പുകാരും ഗിബെയയുടെ പുൽപ്പുറത്ത് തങ്ങൾ ഇരുന്നിടത്ത് നിന്ന് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 10,000 പേർ ഗിബെയയുടെ നേരെ ചെന്നു. യുദ്ധം കഠിനമായി മുറുകിയെങ്കിലും ആപത്ത് അടുത്തിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞില്ല. ദൈവം ബെന്യാമീന്യരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ തകർത്തു. അന്ന് ഇസ്രായേൽ മക്കൾ ബെന്യാമീന്യരിൽ 75,100 പേരെ സംഹരിച്ചു. അവർ എല്ലാവരും ആയുധപാണികളായിരുന്നു. ഇങ്ങനെ ബെന്യാമീന്യർ തങ്ങൾ തോറ്റു എന്ന് കണ്ടു. എന്നാൽ ഇസ്രായേല്യർ ഗിബെയയ്ക്കരികെ ആക്കിയിരുന്ന ഒളിപ്പോരുകാരെ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ബെന്യാമീന്യർക്ക് സ്ഥലം കൊടുത്തു. ഉടനെ പതിയിരിപ്പുകാർ ഗിബെയയിൽ പാഞ്ഞുകയറി. പതിയിരിപ്പുകാർ നീളെ നടന്ന പട്ടണയാകെ വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടയാളമായിട്ട് ഒരു വലിയ പുക പൊങ്ങുമാറാകണമെന്ന് ഇസ്രായേല്യർ പതിയിരിപ്പുകാരുമായി ഏർപ്പാട് ചെയ്തിരുന്നു. ഇസ്രായേല്യർ പിൻവാങ്ങിയപ്പോൾ ബെന്യാമീന്യർ ഇസ്രായേല്യരെ വെട്ടിത്തുടങ്ങി. ഏകദേശം
30 പേരെ കൊന്നു. കഴിഞ്ഞതുപോലെ അവർ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് അവർ പറഞ്ഞു. എന്നാൽ പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങിത്തുടങ്ങിയപ്പോൾ ബെന്യാമീന്യർ പിന്നോട്ട് നോക്കി. പട്ടണം മുഴുവൻ ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നത് കണ്ട് ഇസ്രായേലിയർ തിരിഞ്ഞപ്പോൾ ബെന്യാമീന്യർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ടു. അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. സൈന്യം അവരെ പിന്തുടർന്നു. പട്ടണങ്ങളിൽ നിന്നുള്ളവരെ അവർ അതതിൻ്റെ മധ്യേ വച്ച് സംഹരിച്ചു. അവർ ബെന്യാമീന്യരെ വളഞ്ഞോടിച്ചു. ഗിബെയക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രമസ്ഥലത്ത് വച്ച് പിടികൂടി. അങ്ങനെ ബെന്യാമീന്യരിൽ 18,000 പേർ മരിച്ചു വീണു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. അപ്പോൾ അവർ തിരിഞ്ഞു മരുഭൂമിയിൽ റിമ്മോൻ പാറ വരെ ഓടി. അവരിൽ 5,000 പേരെ പെരുവഴിയിൽ വച്ച് ഒറ്റയൊറ്റയായി പിടിച്ചു കൊന്നു. മറ്റവരെ ഗിബെയയോളം പിന്തുടർന്നു. അവരിലും 2,000 പേരെ വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ ബെന്യാമീന്യരിൽ ആകെ 25,000 ആയുധപാണികൾ അന്ന് മരിച്ചുപോയി. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. എന്നാൽ 600 പേർ തിരിഞ്ഞു മരുഭൂമിയിൽ റിമ്മോൻ പാത വരെ ഓടി. അവിടെ 4 മാസം പാർത്തു. ഇസ്രായേലിയർ പിന്നെയും ബെന്യാമീന്യരുടെ നേരെ തിരിഞ്ഞു. ഓരോ പട്ടണം മുഴുവനെയും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീവച്ച് ചുട്ടുകളഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.